കഫേ കലവറയുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യം നമ്മൾ ഇട്ടത് പുളിഞ്ചിയായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉള്ളി സാമ്പാറും നാരങ്ങ രസവുമാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉള്ളി സാമ്പാറാണ്. അതിനായിട്ട് 3/4 ഗ്ലാസ് തുവരപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിലർ കടലപ്പരിപ്പ് ഉപയോഗിച്ചും സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമുക്കിവിടെ തുവരപ്പരിപ്പാണ് സ്വാദ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കുക. അത് 2 വിസിൽ വരണ വരെ കുക്കറിൽ വേവിക്കുക. പരിപ്പ് നന്നായി കഴുകി നമുക്ക് വേവിക്കാൻ വെക്കാം. 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കണത്. കാരണം പരിപ്പ് വേവുമ്പോൾ ഇതിൽ നിന്ന് ഒരു കയ്യിൽ പരിപ്പും കുറച്ച് വെള്ളവും നമ്മൾ രസത്തിനായിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ആ വെള്ളം കൂടി കണക്കാക്കിയിട്ട് വേണം ഈ പരിപ്പ് വേവിക്കാനായിട്ട് നമ്മൾ വെക്കാൻ. പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പരിപ്പ്, നമുക്ക് രസത്തിന് ആവശ്യമുള്ള പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ രസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ പരിപ്പ് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉള്ളി സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഉള്ളി തന്നെയാണല്ലോ അതിൽ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ നമ്മളിതാ 250 ഗ്രാം ചുമന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. നമ്മൾ ഉള്ളി മാത്രമല്ല ഇടണേ, ഒരു തക്കാളിയും 3 വെണ്ടക്കായും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി 3/4 ഭാഗം വേവായിട്ടേ തക്കാളിയും വെണ്ടക്കായും ചേർക്കണ്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ വല്ലാണ്ട് കുഴഞ്ഞു പോവും. നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കണതും വല്ലാണ്ട് കുഴഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കാം. പക്ഷേ വിസിലടിക്കാൻ കാത്തു നിൽക്കരുത്. അതിൽ പ്രഷർ നിറയുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി വേവിച്ചെടുക്കാം. ഉള്ളി ഇതാ 3/4 വേവായി. നമുക്കിനി തക്കാളിയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നുന്നു. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കണം. എപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിലും ചൂടുള്ള വെള്ളം മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം അതിലൊഴിച്ച് ഇളക്കാം. ഈ കഷ്ണം നന്നായി വെന്തതിന് ശേഷം നമുക്ക് പരിപ്പ് ചേർത്ത് ഇളക്കിയിടാം. കഷ്ണം വേവട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് വാളംപുളി ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് കുതിരട്ടെ. കഷ്ണങ്ങളൊക്കെ വെന്തു വന്നു. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ കുറച്ച് ഉപ്പേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് മതിയാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഇളക്കാം. അത് നന്നായി തിളച്ചതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കാം. പരിപ്പ് തിളച്ച് വന്നു. ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ആദ്യം ഒഴിച്ചതിന് ശേഷം ആ കൊറ്റനിൽ പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിഴിയുണ്ട്. ആ വെള്ളമൊക്കെ ചുടുവെള്ളം ഒഴിക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ചുടുവെള്ളം ചേർക്കുന്നതാണ് കറിക്ക് കൂടുതൽ സ്വാദ് നൽകുക. ഇനി സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാനുള്ളത് ശരിയാക്കാം. അതുവരെ നമുക്ക് കുറച്ച് നേരം ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. ചട്ടി ചൂടായി. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കട്ടിയായിട്ടുള്ള കായാണെങ്കിൽ ആ കായം ഇപ്പോൾ നമുക്കത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിയാണ്. അതുകൊണ്ടത് ലാസ്റ്റ് ഇട്ടാൽ മതി. അല്ല വേണമെങ്കിൽ അത് പരിപ്പിൻ്റെ കൂടി ഇട്ടിട്ടും കട്ടിയായിട്ടുള്ള കായം നമുക്ക് വേവിക്കാം. അങ്ങനെ ചെയ്യണോണ്ടും യാതൊരു കുഴപ്പമില്ല, മണം ഉണ്ടാവും. പക്ഷേ ഈ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത കായത്തിനാണ് കൂടുതൽ സ്വാദ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. നമുക്കിതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കാൽ മുറി നാളികേരമാണ്. ഒരു മുറിയുടെ 1/4 ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത്. നാളികേരവും മുളകും ചുമക്കെ വറുത്ത് കഴിഞ്ഞു.
വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പരിപ്പ് ചേർക്കാം. പക്ഷെ നമ്മൾ വേണ്ടത്ര പരിപ്പ് കറിയിലിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ചേർക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നാളികേരം മാറ്റി ചീനച്ചട്ടിയുടെ നടുവിലേക്കായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വേഗം മൂത്ത് കിട്ടും. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ്, അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് നൈസല്ല. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 5 മുഴമുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പക്ഷെ അത് അത്രയ്ക്ക് എരിവുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ 1/2 സ്പൂൺ കായം ചേർത്ത് ഇളക്കി തീ ഓഫാക്കാം. ഇതൊന്ന് ആറട്ടെ. അതിന് ശേഷം നമുക്ക് അരച്ച് കറിയിൽ ഒഴിക്കാം. സാമ്പാറിനുള്ളത് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളം മതിയാവില്ല, കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ മിക്സിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം നമുക്ക് ഒഴിക്കാം. അടുപ്പത്തുനിന്ന് നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വീണ്ടും ഒന്ന് അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം അരച്ചത് ഒഴിക്കാം. ഇനി വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. മിക്സിയൊക്കെ കഴുകി നമുക്ക് ഒഴിക്കാം. എല്ലാ സ്വാദും ക്രമീകരിക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് ഇളക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. അതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മൂത്ത ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദേ ഇപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ രസമാണ്. രസത്തിലേക്ക് ചതച്ചെടുക്കാനുള്ള സാധനങ്ങളാണ് ആദ്യം പറയണേ. ഇതാ ഇത്രയും വെളുത്തുള്ളിയാണ് അധികം വേണ്ടത്. 3 അല്ലി ചുമന്നുള്ളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇവയൊക്കെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഈ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ താഴ്ത്തിയിട്ടിട്ട് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ചേർക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷമാണ് ജീരകം ചേർക്കേണ്ടത്. അത് കഴിഞ്ഞാൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. ഇത് മൂത്ത് വന്നാൽ തീ ഓഫാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അത് കരിഞ്ഞു കഴിഞ്ഞാൽ രസത്തിന് ഒരു സ്വാദും ഉണ്ടാവില്ല. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ചതച്ച കുരുമുളക്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവയൊക്കെ ഇട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ താത്തിയിട്ടാൽ മതി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് ഇളക്കാം. തക്കാളി ഒന്ന് നന്നായി പാകാവട്ടെ. കാരണം ഇത് നമ്മുടെ രസത്തിൽ ഉടച്ച് ചേർത്താലേ അതിന് നല്ല സ്വാദും നിറമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം കിടക്കട്ടെ. തക്കാളി നല്ലോണം ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കാം.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതും അതിൻ്റെ വെള്ളവും കൂടി ഒന്ന് ചേർക്കാം. അപ്പോൾ ഈ വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് എത്രയാണോ നമ്മുടെ രസത്തിന് വെള്ളം വേണ്ടേ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് ഇളക്കാം. ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. രസം നന്നായി വെട്ടി തിളച്ച് തുടങ്ങി. ഇനി ഒന്ന് താത്തിയിട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ ഒരു അരമുറിയേ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് എത്ര പുളി പോരെങ്കിൽ നിങ്ങൾക്ക് ഒരു നാരങ്ങ ചേർക്കാം. അല്ല കോൽപ്പുളിയുടെ സ്വാദാണ് ഇഷ്ടമെങ്കിൽ കോൽപ്പുളി ചേർക്കാം. പക്ഷേ നാരങ്ങയുടെ സ്വാദാണ് രസത്തിന് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രസം റെഡിയായി. ഓണം സീരീസിലെ കഫേ കലവറയുടെ എല്ലാ വിഭവങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കഫേ കലവറയിലൂടെ തന്നെ ഞങ്ങളെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.